സെന്റ് മേരീസ് വലിയ പള്ളി 2012 ഫെബ്രുവരി മാസം 24-ാം തീയതി കത്തീഡ്രൽ പദവിയിലേക്ക് ഉയർത്തപ്പെട്ടു കഴിഞ്ഞതാണ്. അന്നേ ദിവസം പ്രസിദ്ധീകരിച്ച പരിശുദ്ധ കാതോലിക്ക ബാബ തിരുമനസിലെ 81/2012 നമ്പർ കൽപ്പന പ്രകാരം പിറവം വലിയ പള്ളി കത്തീഡ്രലായി കഴിഞ്ഞു. എന്നാൽ ആ കൽപ്പന ഈ പിറവത്തിന്റെ മണ്ണിൽ വെച്ച് വായിച്ച് പ്രസിദ്ധപ്പെടുത്തുന്നതിനുള്ളതായ അവസരം ഇന്നാണ് നമുക്ക് ലഭിച്ചിട്ടുള്ളത്. കൽപ്പന വായിക്കുന്നു. നമ്പർ 81/2012. സ്വയസ്ഥിതനും ആദ്യന്തമില്ലാത്തവനും സാരാംശ സമ്പൂർണനുമായ ത്രിയേക ദൈവത്തിന്റെ തിരുനാമത്തിൽ തനിക്ക് സ്തുതി. പരിശുദ്ധ മാർത്തോമാ ശ്ലീഹായുടെ സിംഹാസനത്തിന്മേൽ ആരൂഢനായിരിക്കുന്ന പൗരസ്ത്യ കാതോലിക്കായി മലങ്കര മെത്രാപ്പൊലീത്തായുമായ മോറാൻമാ ബസേലിയോസ് മാർത്തോമാ പൗലോസ് ദ്വിതീയൻ, നമുക്ക് എത്രയും സ്നേഹിക്കപ്പെട്ടിരിക്കുന്ന നമ്മുടെ പിറവം സെന്റ് മേരീസ് വലിയ പള്ളി വികാരി, ദേശത്ത് പട്ടക്കാരും പള്ളി ക്രൈസ്താനികളും ശേഷം വിശ്വാസികളും കൂടി കണ്ടെന്നാൽ നിങ്ങൾക്ക് വാഴും. പ്രിയരെ, ദൈവമാതാവായ പരിശുദ്ധ കന്യക മറിയാം അമ്മയുടെ അനുഗ്രഹീത നാമധേയത്തിൽ സ്ഥാപിതമായി മുഖൂശയന്മാരുടെ അഥവാ രാജാക്കളുടെ പള്ളി എന്ന പേരിൽ അറിയപ്പെടുന്ന നമ്മുടെ പിറവം സെന്റ് മേരീസ് വലിയ പള്ളി അനുദിനം അഭിവൃദ്ധിപ്പെട്ടു വരുന്നതിൽ നാം അതിയായി സന്തോഷിക്കുകയും ദൈവത്തെ മഹത്വപ്പെടുത്തുകയും ചെയ്യുന്നു. 1500-ൽ പരം വർഷം പഴക്കമുള്ളതായ ചരിത്ര പ്രസിദ്ധമായ ഈ ദേവാലയം പരിശുദ്ധ മാർത്തോമാ ശ്ലീഹ സ്ഥാപിച്ച ഗോകമംഗലം പള്ളിയിൽ നിന്നും പിരിഞ്ഞു പോന്ന പള്ളിപ്പുറം പള്ളിയിലെ ഒരു വൈദികനാൽ സ്ഥാപിക്കപ്പെട്ടതാണ് എന്ന് വിശ്വസിക്കപ്പെട്ടു പോരുന്നുവല്ലോ. പൗരാണികത വിളിച്ചോതുന്ന ദേവാലയത്തിന്റെ കൊത്തുപണികളും എണ്ണ ഛായാചിത്രങ്ങളും പോർച്ചുഗീസ് ആഗമന കാലത്ത് സ്ഥാപിക്കപ്പെട്ടു എന്ന വസ്തുത പ്രസ്താവ്യമാണ്. പുരാതനമായ ആ ദേവാലയം എന്നും മലങ്കര മെത്രാപ്പൊലീത്തന്മാരോടും പൗരസ്ത്യ കാതോലിക്ക സിംഹാസനത്തോടും അതിൽ വാണരുളുന്ന പിതാക്കന്മാരോടും കൂറും ഭക്തിയും പുലർത്തി വരുന്നു എന്നതിൽ നാം ഏറെ അഭിമാനിക്കുന്നു. എല്ലാ ആധ്യാത്മിക സംഘടനകളും സജീവമായി പ്രവർത്തിക്കുന്ന 1500-ലധികം ഇടവകാംഗങ്ങളും 4 കുരിശടികളുമുള്ള പിറവം സെന്റ് മേരീസ് ഇടവക മലങ്കര സഭയുടെ മഹത്വവും കിരീടവുമാണ്. ആ ഇടവകാംഗങ്ങൾ പരിശുദ്ധ സഭയോടും അതിന്റെ വിശ്വാസാചാരങ്ങളോടുമുള്ളതായ വിശ്വസ്തത അഭംഗുരം കാത്തു സൂക്ഷിക്കുന്നതിൽ പ്രകടിപ്പിക്കുന്നതായ താല്പര്യം പ്രത്യേകം ശ്ലാഘനീയമാണ്. വാത്സല്യ മക്കളെ, ആത്മീക സാമൂഹ്യ രംഗങ്ങളിൽ ആ ഇടവക കൈവരിച്ചിട്ടുള്ളതും ഇപ്പോൾ തുടർന്നു വരുന്നതുമായ പ്രവർത്തനങ്ങൾ ഏവർക്കും മാതൃകയാകേണ്ടതാണ് എന്ന് നാം കരുതുന്നു. ഈ കാലയളവിൽ നേരിട്ട പ്രതിസന്ധികൾക്ക് നടുവിലും ഇടവകയ്ക്ക് ശ്രദ്ധേയമായ ഉയർച്ച നേടുവാൻ കഴിഞ്ഞത് പരമകാരുണ്യവാനായ ദൈവത്തിന്റെ കൃപയും പരിശുദ്ധ ദൈവമാതാവിന്റെ മധ്യസ്ഥതയും മൂലമാണെന്നുള്ളത് നാം ഓർമ്മിപ്പിക്കാതെ തന്നെ നിങ്ങൾക്ക് അറിയാമല്ലോ. മലങ്കര ഓർത്തഡോക്സ് സഭയുടെ കണ്ടനാട് ഈസ്റ്റ് ഭദ്രാസനത്തിലെ പ്രമുഖ ദേവാലയങ്ങളിൽ ഒന്നായ നമ്മുടെ പിറവം സെന്റ് മേരീസ് വലിയ പള്ളിയുടെ പുരോഗതിയും പ്രാധാന്യവും കണക്കിലെടുത്ത് അർഹമായ ഒരു അംഗീകാരം ഇടവകയ്ക്ക് കൽപ്പിച്ചു നൽകേണ്ടതിൽ നമുക്ക് അതിയായ സന്തോഷമുണ്ട്. ആയത് സംബന്ധിച്ച് ഇടവക മെത്രാപ്പൊലീത്ത അഭിമന്യ ഡോക്ടർ തോമസ് മാർ അത്താനാസിയോസ് തിരുമേനി നൽകിയ ശുപാർശ പരിഗണിച്ചു 2012 ഫെബ്രുവരി മാസം 24-ാം തീയതിയിലെ പരിശുദ്ധ എപ്പിസ്കോപ്പൽ സുനോദോസ് നിശ്ചയിച്ച പ്രകാരവും ആ ഇടവകയെ കത്തീഡ്രലായി ഉയർത്തി ആദരിക്കുന്നത് ഉചിതമായിരിക്കുമെന്ന് നമുക്ക് ആത്മാവിൽ ബോധ്യമായിരിക്കും. അതിനാൽ മലങ്കര ഓർത്തഡോക്സ് സുറിയാനി സഭയുടെ കണ്ടനാട് ഈസ്റ്റ് മെത്രാസനത്തിലെ പ്രമുഖ ഇടവകകളിൽ ഒന്നായ പിറവം സെന്റ് മേരീസ് വലിയ പള്ളിയെ ഈ കൽപ്പനയിലൂടെ ഒരു കത്തീഡ്രലായി നാം പ്രഖ്യാപിക്കുന്നു. മേലിൽ ആ ഇടവക പിറവം സെന്റ് മേരീസ് ഓർത്തഡോക്സ് കത്തീഡ്രൽ എന്ന് അറിയപ്പെടുന്നതാകുന്നു. ശേഷം പിന്നാലെ സർവശക്തനായ ദൈവത്തിന്റെ കൃപയും അനുഗ്രഹങ്ങളും നിങ്ങളേവരോടും കൂടെ സദാ വർദ്ധിച്ചിരിക്കുമാറാകട്ടെ. ആയത് ദൈവമാതാവായ പരിശുദ്ധ കന്യക മറിയാം അമ്മയുടെയും ഇന്ത്യയുടെ കാവൽ പിതാവായ മാർത്തോമാ ശ്ലീഹായുടെയും നമ്മുടെ പരിശുദ്ധ പിതാക്കന്മാരായ മാർ ഗ്രിഗോറിയോസിന്റെയും മാർ ദിവന്നാസിയോസിന്റെയും ശേഷം സകല ശുദ്ധന്മാരുടെയും സഹോദരങ്ങളുടെയും പ്രാർത്ഥനകളാൽ തന്നെ ആമേൻ.